ഓ അപ്പോൾ എൻ്റെ പേരാണ് സൈഫുള്ള ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കരാട്ടെ പഠിക്കണമെന്ന് ആഗ്രഹം കാണും അല്ലേ? അപ്പോൾ താഴെ കിടക്കുന്ന കമൻറ്റിൽ അതെന്താണെന്ന് വെച്ചാൽ പറയണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതാണ് പഞ്ച് ഗൈസ്. ഇപ്പം പഞ്ചെന്ന് വെച്ചാൽ നമുക്കിപ്പം എതിരാളികളൊക്കെ നമ്മളെ ഇടിക്കാനോ അല്ലെങ്കിൽ അടിക്കാനോ എല്ലാം വരുമ്പോൾ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പഞ്ച് ഗൈസ്. അപ്പോൾ നമുക്ക് പഞ്ച് എങ്ങനെയാണെന്ന് ഇടിക്കേണ്ടത് പഠിക്കണം. അപ്പോൾ ഗൈസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. മാത്രമല്ല ഗൈസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാത്രമല്ല കമൻറ്റും ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഗൈസ്. അപ്പോൾ ഗൈസ് അതേ കണക്ക് തന്നെ ഞങ്ങൾ ചെയ്യുകയും ചെയ്യും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കരാട്ടെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഈ ചാനലിലെല്ലാം പറഞ്ഞു തരും ഗൈസ്. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി ഗൈസ്. ഇത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പിന്നെ യൂട്യൂബ്, ഈ 3 കാര്യങ്ങളിൽ തുടരുന്നതാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യണം ഗൈസ്. മാത്രമല്ല ഗൈസ് ഞാൻ യൂട്യൂബിൽ ഇടുന്ന താഴെ കിടക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് ബെൽ ബട്ടൺ അമർത്തണം ഗൈസ്. അപ്പോൾ നമുക്കിത് തുടങ്ങാം എക്സസൈസ് ഗൈസ്. ഫസ്റ്റ് നമുക്കത് 10 എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് 5 പഞ്ച് ഏതൊക്കെയാണ് ഞാൻ പഠിപ്പിക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഫസ്റ്റിലെ പഠിപ്പിക്കാൻ പോകുന്നതാണ് ഇത് എക്സസൈസസ് ഒക്കെ. അത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്കൊക്കെ നല്ല ആരോഗ്യമൊക്കെ കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ജമ്പ് ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് ജമ്പ് ചെയ്യാം ഒരു 10 കൗണ്ട് എണ്ണിയിട്ട്. ഞാൻ എങ്ങനെയാണ് ജപ്പാനിലെ 1 2 3 പറയുന്നത് എങ്ങനെയാണ് പറഞ്ഞു തരും ഗൈസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ജമ്പിങ്ങിലൊക്കെ നമ്മൾ 20 പ്രാവശ്യം ചെയ്യണം, നല്ലതാണ്. അതുകൊണ്ട് അടുത്ത ജമ്പിങ് ജാക്കിൽ നമ്മൾ 3 ചെയ്യണം. ഓക്കെ, ജമ്പിങ് ജാക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കാലിങ്ങനെ അടുപ്പിച്ച് വരണം ഗൈസ്. പക്ഷെ കാലിൻ്റെ ഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരും ഗൈസ് അടുത്ത പ്രാവശ്യം. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് എങ്ങനെ ചെയ്യണം, പിന്നെയും അങ്ങനെ 10 കൗണ്ട് എണ്ണി ചെയ്യണം ഗൈസ്. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഗൈസ് നമ്മൾ 10 വരെ എണ്ണിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ജമ്പിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ 10 പ്രാവശ്യം ഗൈസ്, 20 നല്ലതൊക്കെ ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതാണ് കൈക്കൊക്കെ നല്ല ആരോഗ്യം കിട്ടാനുള്ള എക്സസൈസ്. കൈയൊക്കെ നമുക്ക് സ്ട്രെങ്ത് ആവണ്ടേ. അപ്പം ഫസ്റ്റ് അടുത്ത ഇതാണ് ചെയ്യേണ്ടത്. ഈച്ച് നീ സൺ ഷീ ഗോ റോക്ക് സിക്സ് ഹച്ച് ക്യൂ ജു. ഈ ജപ്പാനിലെ 1 2 3 ഞാൻ എങ്ങനെയാണ് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അടുത്ത നമ്മൾ സെക്കൻഡ് ചെയ്യേണ്ടത് 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഗൈസ് ഇതാണ് പഠിക്കണം ഗൈസ്. അടുത്ത നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനി നമ്മളൊന്ന് ബ്രീത്ത് എടുക്കണം ഗൈസ്. ഇത് ക്ഷീണിച്ചൊരു ബ്രീത്ത് എടുത്താൽ ഇനി നമ്മൾ കൈ മേളിലോട്ട് വെച്ചിട്ട് നമ്മളൊന്ന് മേളിലോട്ട് പോകണം. എന്നിട്ട് ഒന്ന് ശ്വാസം വിടണം, ശ്വാസം എടുക്കണം, താഴോട്ട് വിടണം. അപ്പോൾ ഗൈസ് അടുത്ത നമ്മൾ ചെയ്യുന്നത് കൈക്കൊക്കെ നമ്മുടെ കയ്യിൽ ഇവിടെയൊക്കെ നല്ല ആരോഗ്യം കിട്ടാനുള്ളതാണ് ഗൈസ് അടുത്ത് ചെയ്യുന്നത് ഗൈസ്. ഫസ്റ്റ് ഇടത്തെ കൈ എടുത്തിട്ട് നിങ്ങൾ ഈ കൈ എടുത്ത് നമ്മുടെ വിരലിൻ്റെ ഇവിടെ ആക്കിയിട്ട് ഈച്ച്. അപ്പോൾ തുടങ്ങാം ഗൈസ്. ഈച്ച് നീ സൺ ഷീ ഗോ റോക്ക് സിക്സ് ഹച്ച് ക്യൂ ജു. അടുത്ത കയ്യിൽ ഇത് കണക്ക്. ഈച്ച് നീ സൺ ഷീ ഗോ റോക്ക് സിക്സ് ഹച്ച് ക്യൂ ജു. അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ ഇങ്ങനെ വെക്കണം ഗൈസ്. ഇടത്തെ കൈ അതുകൊണ്ട് നമ്മൾ ഈ വിരലിൽ തന്നെ തട്ടിക്കണം. നേരത്തെ ചെയ്താണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുത്, ഇങ്ങനെയാണ് ചരിച്ചു ചെയ്യണം. ഈച്ച് നീ സൺ ഷീ ഗോ റോക്ക് സിക്സ് ഹച്ച് ക്യൂ ജു. അടുത്ത നമ്മൾ അതേ കണക്ക് തന്നെ അടുത്ത കാര്യം ചെയ്യണം. ഈച്ച് നീ സൺ ഷീ ഗോ റോക്ക് സിക്സ് ഹച്ച് ക്യൂ ജു. അടുത്ത നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതേ കണക്ക് തന്നെയാണ്. അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒന്ന് വെക്കണം കൈ. ഇതിപ്പോൾ എത്ര എക്സസൈസ് ആയി കാണുമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ഇത്തിരി എക്സസൈസ് ആയി കാണും. അടുത്ത എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ ഗൈസ് അടുത്ത എക്സസൈസാണ് ഇത്. നമ്മൾ ഇതിൻ്റെ കൈ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ ചെല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലണം. ഈച്ച് നീ സൺ ഷീ ഗോ റോക്ക് സിക്സ്
ക്യൂ ജു. അടുത്ത ഗൈസ് നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത അതേ കൈ തന്നെ വേറെ കൈ ചെയ്യണം. ഇച്ച് നീ സൺ ഷീ ഗോ റുക്ക് സിക്സ് ഹച്ച് ക്യൂ ജു. അപ്പോൾ ഗൈസ് ഇത് ഇത്രയും ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പഞ്ചാണ് ഗൈസ്. അത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ളതാണ് പഞ്ച്. ഒരാൾ നമുക്ക് ഒരു എക്സസൈസ് കൂടെ ചെയ്തിട്ട് പഞ്ച് പഠിക്കാം പോരെ ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുമ്മാ ഒന്ന് ചാടാം. ഒരു 100 പ്രാവശ്യം, അല്ല 100 വേണ്ട, ഒരു 25 ഓരോ ഗൈസ്. അപ്പോൾ നമുക്ക് 25 പ്രാവശ്യം ഒന്ന് ചെമ്പി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 അങ്ങനെ ജമ്പ് ചെയ്ത് അതിന് അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഗൈസ്? അടുത്തതിന് നമ്മൾ ചെയ്യേണ്ടത് പഞ്ചാണ്. പഞ്ചല്ലേ നിങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞത് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി പഞ്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പം ഞാൻ പറഞ്ഞു തന്നില്ലേ, ഒരാൾ നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ നമ്മൾ ഇത് ചെസ്റ്റിലേക്ക് പഞ്ച് ചെയ്യുന്നതാണ്. ഇതാ ഇവിടെ ചെസ്റ്റിലേക്ക് പഞ്ച് ചെയ്യുമ്പോൾ അവർ വീണ് പോകും ഗൈസ്. അപ്പോൾ അടുത്ത നമ്മൾ ഈ താടിക്കുള്ള പഞ്ച്, മിഡിലുള്ള പഞ്ച്, താഴെയുള്ള പഞ്ച്, വയറിലേക്കുള്ള പഞ്ച്. അപ്പോൾ നമ്മൾ ഈ അടുത്ത് ചെയ്യേണ്ടതാ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടതാണ് ഇടത്തെ കൈ. ഓൺലി ഇടത്തെ കൈ നമ്മൾ ചെയ്യണം. നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രീത്ത് കൊടുത്താൽ മതി. ഇത് നമ്മുടെ ചെസ്റ്റിൻ്റെ നേരെ തന്നെ വരണം. ഇത് കണക്ക് ചെസ്റ്റിന് നേരെ വരണം. ചെസ്റ്റിന് നേരെ ഒരു വട്ടം വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു ബ്രീത്ത്. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന കൈ കണ്ട ഫസ്റ്റ് നമുക്ക് ഇത് ഈ പഞ്ച് എങ്ങനെ ചെയ്യണമെന്നുള്ള എക്സസൈസ് മതി ഗൈസ്. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ചേർക്കണം. എന്നിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് വരണം. പിന്നെയും ചെയ്യണം. ഇനി പഞ്ച് ചെയ്യണം, പഞ്ച്. എന്നിട്ട് പയ്യെ ഇങ്ങനെ കൊണ്ടുവരണം. അങ്ങനെ 1 2 3 4 5 6 7 8 9 10 ചെസ്റ്റിന് നേരെ വരണം ഗൈസ്. അപ്പോൾ അടുത്ത് ചെയ്യേണ്ടതാണ് നമ്മൾ പഞ്ച് പഠിക്കാം ഗൈസ്. നമ്മൾ ഇവിടെ തന്നെ ഇരിക്കണം ഗൈസ്, ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത്. അപ്പോൾ ഈ പഞ്ച് നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പഞ്ച് തിരിച്ച് കൊണ്ടുവരുന്ന ആ സെക്കൻഡിൽ തന്നെ നമ്മൾ ഇത് എടുക്കണം. ഇത് കണക്ക് കണ്ട, ഇത് കണക്കൊന്ന് പിടിക്കണം. ഇനി നമ്മളിത് ഒന്ന് ചെയ്ത് നോക്കാം. ഇച്ച് നീ സൺ ഷീ ഗോ റുക്ക് സിക്സ് ഹച്ച് ക്യൂ ജു. ഇത് ഗൈസ് നല്ല സ്പീഡിൽ ചെയ്യാം ഗൈസ് അടുത്ത പ്രാവശ്യം. അപ്പോൾ ഗൈസ് ഇത് പഠിച്ചിട്ട് വിചാരിക്കുന്നതാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഗൈസ്, നമ്മളിതാ അത് ചെയ്യുന്ന കാര്യം നമ്മൾ മറക്കരുത്. എന്നിട്ടാണ് നമ്മൾ ഇടുക്കിയിൽ തുടങ്ങേണ്ടത്. ഇനി ഗൈസ് നമുക്ക് അടുത്ത പഠിക്കാൻ പോകുന്നത് ഇത് ചൂതാനാണ് പഠിച്ചത്. ഇനി നമ്മൾ ചോദാനാണ് പഠിക്കാൻ പോകുന്നത്. താടിയുടെ ഭാഗത്ത് ഇടി. ഫസ്റ്റ് നമ്മൾ താടിയുടെ നേരെ വെക്കരുത്, അങ്ങനെ പറഞ്ഞ് ചെസ്റ്റിന് നേരെ വെച്ചാൽ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കിയാൽ മതി. അങ്ങനെ പൊക്കിയിട്ട് നോക്കിയോളാം ഗൈസ്. കണ്ട ഗൈസ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊക്കിയാൽ മതി. എന്നിട്ട് ഇങ്ങനെ അടിക്കണം. ഞാൻ നേരത്തെ കാണിച്ചതൊക്കെ പഞ്ച് സ്ലോലി ചെയ്യണം. ഫസ്റ്റ് സ്ലോലി അങ്ങനെ ചെയ്ത് വരുമ്പോൾ നല്ല ഇളക്ക് കിട്ടും. അടുത്ത വയസ്സ് നമ്മളിതാ പിന്നെ നമ്മളിപ്പം അങ്ങനെ തന്നെ ചെയ്യണം ഗൈസ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോണ പഞ്ചാണ് ഗേദം ചുറ്റി ഗൈസ്. അതിന് മുമ്പേ നമുക്കൊന്ന് ജോദാനൊന്ന് ചുമ്മാ ഒന്ന് 10 വട്ടം ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മളൊന്ന് അത് 10 വട്ടം ചെയ്ത് നോക്കിയിട്ടുണ്ട് ഗൈസ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഗേദാൻ ചുറ്റി ഗൈസ്. ഗേദാൻ നമ്മൾ താഴോട്ട് വയറിനോട്ടുള്ള പഞ്ചാണ് ഗൈസ്. നമ്മളിപ്പം എതിരാളി നമ്മളെ ഇടിക്കാനും വരുമ്പോൾ നമ്മൾ വയറിൽ ഇടിക്കുമ്പോൾ ഏതെങ്കിലും അവയവങ്ങളിൽ കൊള്ളുമ്പോൾ ഇത് വയറിങ്ങനെ പോകും ഗൈസ്.
അത് കാരണം അവർക്ക് പിന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പഞ്ചാണ് ഈ 3 പഞ്ചുകൾ ഗൈസ്. ഏറ്റവും ഇതിനകത്ത് ഡേഞ്ചർ ആയിട്ടുള്ളതാണ് ജോദാൻ. ഭയങ്കര ഒരു പഞ്ച് ഒരാൾക്ക് കിട്ടിയാൽ അത് സ്പീഡിൽ മാത്രമല്ല, അത് ശക്തിയിലും ഒരു സ്പീഡിലും അടിച്ച് അവർ വീണു പോകും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ഗേദാസുക്കി എങ്ങനെയാണ് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. നമ്മൾ ഇത് കണക്ക് തന്നെ വെക്കണം നേരെ. എന്നിട്ട് നമ്മൾ താഴോട്ട് പഞ്ച് ചെയ്യണം. ഇങ്ങനെ നമ്മൾ പഞ്ച് ചെയ്യണം. എന്താ താഴെ കൈതകളൊക്കെ ഇരിക്കും. ഇത് കണക്ക് ചെയ്യണം ഗൈസ്. എന്നിട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ നേരെ അപ്പോൾ ഈച്ച് നീ സൺ ഷീ ഗോ റുക്ക് 6 ഹച്ച് ക്യൂ ജു. അപ്പോൾ നമ്മളിപ്പോൾ 3 പഞ്ചാണ് പഠിച്ചത്. 3 പഞ്ചാണ് നമ്മൾ പഠിച്ചത്. ചൂദാൻ, ജോദാൻ, ഗേദാൻ. ഈ 3 പഞ്ചും ഡേഞ്ചറസ് ആണ്. അപ്പോൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് നമ്മൾ നേദാൻ സുക്കി, ഡബിൾ പഞ്ച്. ഡബിൾ പഞ്ചിൽ നിങ്ങൾക്ക് ഇപ്പം 10 പ്രാവശ്യം ഉണ്ടെങ്കിൽ 20 പ്രാവശ്യം ചെയ്യേണ്ടി വരും ഗൈസ്. ഫസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പഞ്ച് ചെയ്ത് കണക്ക് ചെയ്താൽ മതി. സ്പീഡിൽ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇത് സ്പീഡിൽ ചെയ്യണം. പക്ഷെ അത് റണ്ണിങ് സുക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ആ സെക്കൻഡിൽ പിടിച്ചെടുക്കണം. അടുത്തതായി ഡബിൾ പഞ്ച് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിർത്തി ഈച്ചെന്ന് പറയുമ്പോൾ 2 വട്ടം. നമ്മളിപ്പോൾ ഈ പഞ്ച് ചെയ്യുമ്പോൾ ഇത് കണക്ക് തന്നെ ഇരിക്കണം ഗൈസ്, അല്ലാതെ ഇത് കണക്കൊന്നും ഇരിക്കരുത് ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു പോകാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. അടുത്ത ഇനി നേദാൻ സുക്കിയാണ്. അപ്പോൾ ചെയ്തു നോക്കാം. ഈച്ച് നീ ഞാനിപ്പോൾ പയ്യെ നിങ്ങളെ പഠിപ്പിക്കാം ഗൈസ്. അപ്പോൾ ഇച്ചായി സൺ ഷീ ഗോ റുക്ക് 6 ഹച്ച് ക്യൂ ജു. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് ഗൈസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റൺ സുക്കി. നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റുന്നത് റൺ സുക്കി എന്ന് വെച്ചാൽ ഇത് സ്പീഡ് ചെയ്യണം. നമുക്ക് മാക്സിമം പറ്റുന്ന സ്പീഡിൽ. അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഇച്ച് നീ സൺ ഷീ ഗോ റുക്ക് 6 ഹച്ച് ക്യൂ ജു. അപ്പോൾ നമ്മൾ അതും പഠിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ലാസ്റ്റ് പഠിക്കാൻ നമ്മൾ പഞ്ചാണ് സാമ്പാൻ സുക്കി ഗൈസ്. നമ്മളിതിന് പറയുന്നത് സാമ്പാൻ സുക്കി എന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സാമ്പാൻ സുക്കി പഠിക്കാം ഗൈസ്. എങ്ങനെ പഠിക്കാമെന്ന് വെച്ചാൽ സാമ്പാൻ സുക്കി എന്ന് വെച്ചാൽ ട്രിപ്പിൾ പഞ്ച്. ഒരാൾ വരുമ്പോൾ നമുക്ക് അവരുടെ അവയവങ്ങളിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാം ഗൈസ്. രണ്ട് രീതിയിൽ അടിക്കാൻ പറ്റും ഗൈസ്. ഇത് 2-3 രീതിയിൽ അടിക്കാൻ പറ്റും ഗൈസ് ഈ ട്രിപ്പിൾ പഞ്ച്, ഈ സാമ്പാൻ സുക്കി. അപ്പോൾ ഗൈസ് നമ്മൾ ഞാൻ പറഞ്ഞ 3 രീതിയിൽ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് വെച്ചാൽ ഈച്ച് നീ സൺ. പിന്നെ വേറൊരു രീതി എന്ന് വെച്ചാൽ മേളിലോട്ട് ഈച്ച്, താഴോട്ട് 2 വട്ടം. അടുത്ത 3ാമത്തെ രീതി എന്ന് വെച്ചാൽ മേളിലോട്ട് അറിയാലോ, ജോദാൻ, ചൂദാൻ, ഗേദാൻ. അതാണ് ചെയ്യണം ഗൈസ്. അതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എന്നിട്ട് ബാക്കി പഠിപ്പിക്കാം ഗൈസ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ഇതിങ്ങനെ പഠിപ്പിക്കും, പിന്നെ ഇതും പഠിപ്പിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ഈ പ്രാവശ്യം ട്രിപ്പിൾ പഞ്ച് പഠിക്കാൻ പോവുകയാണ് ഗൈസ്. 1 2 3 ഇച്ച്. ഇച്ചെന്ന് പറയുമ്പോൾ 3 വട്ടം. ഞാൻ അടുത്ത പ്രാവശ്യം പയ്യെ ചെയ്ത് കാണിപ്പിക്കാം ഗൈസ്. നീ സൺ ഷീ ഗോ റുക്ക്
ചെയ്തിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഗൈസ്. അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോണത് വ്ളോഗാണ് ഗൈസ്. വ്ളോഗ് ഗൈസ്. അപ്പോൾ ആ വ്ളോഗൊക്കെ നമ്മൾ ഇന്ന് പഠിച്ച് നമ്മൾ കരാട്ട ചാമ്പ്യൻ ആകും ഗൈസ്. അങ്ങനെ നമുക്ക് ഗൈസ് നല്ലൊരു സ്ഥലത്ത് നമ്മൾ കരാട്ടയൊക്കെ ചെയ്ത് നോക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കണം ഗൈസ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റും ചെയ്യണം ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, പിന്നെ ഷെയറും ചെയ്യണം ഗൈസ്, കമൻറ്റ് ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ ആൻഡ് ഗുഡ് ബൈ. വൈൻഡ് ആപ്പ്.